ഹായ്, എൻ്റെ പേര് അശ്വിൻ. NRIക്കാർക്കും അവരുടെ ITR ഫയൽ ചെയ്യുന്ന കാര്യത്തിലും പലർക്കും പല ഡൗട്ടുകളുണ്ട്. ഒരു നോൺ ഇന്ത്യൻ റെസിഡന്റ് അല്ലെങ്കിൽ ഒരു NRIക്കാരന് ITR ഫയൽ ചെയ്യേണ്ടതുണ്ടോ? യെസ്, എല്ലാവർക്കും അല്ലെങ്കിൽ ചില NRIക്കാർക്ക് ITR ഫയൽ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എന്താണ് ഈ ചില NRIക്കാർ? അതായത് TDR ബാധിക്കുന്ന NRIക്കാരാണ് ഇവർ. വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് NRI അല്ലെങ്കിൽ NRO എന്നീ രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കും. അതിൽ NRO ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ബാങ്ക് ഇൻട്രസ്റ്റ് തരുമ്പോൾ അത് TDS പിടിച്ചിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഈ TDS പിടിക്കാൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ITR ഫയൽ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഒരു NRIക്കാരനാണെങ്കിൽ, അതായത് വീട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു NRIക്കാരനാണെങ്കിൽ, അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് TDS പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. അത് ഒഴിവാക്കാനായി ITR ഫയൽ ചെയ്യുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ PDS വഴി ഷെയർ മാർക്കറ്റിൽ നിന്ന് ഷെയർ ട്രേഡിംഗ് നടത്തുന്ന ആളാണെങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് ഉണ്ടായേക്കും. അയാൾക്ക് ഗെയിൻ ആണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന തുകയിൽ നിന്ന് TDS പിടിക്കാമെന്ന് ഇൻകം ടാക്സ് 1961 ആക്ട് പ്രകാരം പറയുന്നുണ്ട്. ഈ എമൗണ്ട് ക്ലെയിം ചെയ്യാനും ITR ഫയൽ ചെയ്യണം. ഇതുപോലെ തന്നെ നമ്മുടെ NRIക്കാർക്ക് നാട്ടിലെ ബിസിനസ് പ്രോപ്പർട്ടിയിൽ നിന്നോ വാടക ഇനത്തിൽ മറ്റോ വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും TDS ഡിഡക്ഷൻ വന്നേക്കും. അവർക്കും TDS വീണ്ടെടുക്കാൻ ITR ഫയൽ ചെയ്യേണ്ടി വന്നേക്കും. ഇവയൊന്നും കൂടാതെ നാട്ടിൽ ബിസിനസ് ഉള്ള ഒരുപാട് NRIക്കാരുണ്ട്. ഇവരുടെ ഇൻകം 3 ലക്ഷം അതിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായും ഇൻകം ടാക്സ് 1961 ആക്ട് പ്രകാരം ITR ഫയൽ ചെയ്യേണ്ടതുണ്ട്.